പിറന്നാൾ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പെരുമാറ്റ വൈകല്യത്തെക്കുറിച്ചുള്ള വിഷയമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നും അത്തരമൊരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ എന്നോടൊപ്പം ഉള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. സിസ്റ്ററെ സ്വാഗതം. ഒപ്പം കൂഴൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർ ആയിട്ടുള്ള ബിനിത ബേബി മാം ആണ്. മാം, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിസ്റ്ററെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ വൈകല്യത്തെക്കുറിച്ചിട്ടൊക്കെ പറയായിരുന്നു. അപ്പോൾ ഈ കുട്ടികളിലെ ഈ ആശങ്ക അല്ലെങ്കിൽ ഉത്കണ്ഠ അതൊക്കെ അവരുടെ പെരുമാറ്റ ശീലത്തെയോ അല്ലെങ്കിൽ പെരുമാറ്റ രീതിയിലേക്കൊക്കെ ബാധിക്കുമോ? തീർച്ചയായിട്ടും കുട്ടികളിൽ ഉണ്ടാകുന്ന ആശങ്ക അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്ന ആങ്സൈറ്റി ഡിസോർഡർ നമ്മൾ മുതിർന്നവരുടെ ആങ്സൈറ്റി ഡിസോർഡറായിട്ട് നോക്കുമ്പോൾ കുറച്ചൊക്കെ വിഭിന്നമാണ്. കാരണം മുതിർന്നവരിലുണ്ടാകുന്ന ആശങ്ക, ആങ്സൈറ്റി അത് പ്രകടിപ്പിക്കുന്ന ആ ഒരു രൂപം, അവർക്ക് ആ ഒരു ആങ്സൈറ്റി ഉണ്ട്, അത് തന്നെ ഒരു ഭയപ്പാടിൻ്റെ രൂപത്തിലായിരിക്കും. പക്ഷേ പലപ്പോഴും ഈ കുട്ടികളിലേക്കാകുമ്പോൾ അത് പെരുമാറ്റ വൈകല്യമായിട്ടോ സ്വഭാവ വൈകല്യമായിട്ടോ ഒക്കെ കാണപ്പെടാറുണ്ട്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഡയറിയിലേക്ക് തന്നെ പോകാം. ഒരു ടീച്ചറാണ്, സ്കൂളിൽ നിന്നൊരു ടീച്ചറാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കണം, ഞാനൊരു കുട്ടിയെ റെഫർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് അവനെ കൊണ്ടുവരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞൊക്കെ വെച്ചിരിക്കണം, അതുകൊണ്ട് ഇന്ന് തന്നെ അവരെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറയുന്നത് ഇതാണ്, ഞാൻ ഇനി ഒരു ദിവസത്തേക്ക് നീണ്ടുപോയാൽ ചിലപ്പോൾ അമ്മയുടെ മനസ്സ് മാറും, കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല, കാരണം അമ്മയും അച്ഛനും തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. അപ്പം അങ്ങനൊരു പശ്ചാത്തലമാണ്. കുട്ടി വന്നു, കുട്ടിയുടെ അമ്മയായിട്ടാണ് വന്നത്. അപ്പോൾ വരുമ്പോഴത്തേക്ക് തന്നെ അവനൊരു ക്യാപ്പ് തൊപ്പി വച്ചിട്ടുണ്ട്. അപ്പോൾ വന്നു ഇരുന്നു. അപ്പം ഞാനും ഓർത്തു, സ്വാഭാവികമായിട്ട് അവനിരിക്കുന്നതൊക്കെ കുനിഞ്ഞിരിക്കുവാണ്, നമ്മുടെ മുഖത്തേക്കൊന്നും നോക്കുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ടീച്ചർ പറഞ്ഞിട്ടോ സിസ്റ്ററെ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്താണ് കാരണം, എന്താ സിസ്റ്റർ ഇവൻ്റെ തലയിലേക്കൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ തൊപ്പി മാറ്റുവാണ്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ വട്ടം മുടി ഇല്ല. അപ്പം വട്ടത്തിൽ മുടി പോയിരിക്കുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു അപ്പിയറൻസിൽ തന്നെ എനിക്ക് മനസ്സിലായി, മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു ട്രിക്കോട്ടിലിയോമാനിയ, അതായത് ഒരു ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളിൽ കാണാറുള്ള ഒരു രോഗമാണ്, മുടി പറിക്കൽ രോഗമാണത്. അപ്പോൾ അതായിരിക്കുമെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്ക് തോന്നി. ഞാൻ ചോദിച്ചു എന്താണ് കാരണം. അപ്പോൾ പറഞ്ഞു, സിസ്റ്ററെ ചുമ്മാതെ ഇരിക്കത്തില്ല, ഇവൻ്റെ മുടിയല്ല ഇങ്ങനെ പറിച്ചെടുത്ത് താഴേക്ക് ഇടുകയാണ് ഇവൻ്റെ പരിപാടി. ആദ്യമൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ പറയത്തില്ലായിരുന്നു. ഞാൻ പറയും ഞാനല്ല പറിക്കുന്നതെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവരോടത്ത് വല്ല ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ആയിരിക്കും എന്ന് ഓർത്തിട്ട് ഡോക്ടറിൻ്റെ അടുക്കൽ പോയി മരുന്ന് വാങ്ങിച്ച് കുറേ മരുന്നൊക്കെ അവനെ കുടിപ്പിച്ചു. പിന്നെ കുറേ മരുന്നെടുത്ത് തലയിലൊക്കെ തേച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇത് ഫംഗൽ ഇൻഫെക്ഷനൊന്നും അല്ല, ഇവൻ പറിച്ചു കളയുന്നതാണെന്നുള്ളത്. അതിനുശേഷം ഞാൻ ചോദിച്ചു പിന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. സിസ്റ്റർ ഇടയ്ക്ക് ദേഷ്യപ്പെടും, അമിതമായിട്ട് ദേഷ്യപ്പെടും, ചീത്ത വിളിക്കും, സാധനങ്ങൾ കൈ കിട്ടുന്നെടുത്തിട്ട് അമ്മയ്ക്കിട്ടെറിയും. മുത്തശ്ശനോടും മുത്തശ്ശിയോടാണ് ഏറ്റവും ദേഷ്യം, അവർ ഉപദ്രവിക്കാറുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അവൻ ഒതുങ്ങിക്കൂടും, എവിടേക്കെങ്കിലും മാറിയിരിക്കും, ചിലപ്പോൾ കരയും. ചെറിയൊരു കാര്യം മതി, അവനൊരു സില്ലായിട്ടുള്ള കാര്യത്തിനാണെങ്കിലും പെട്ടെന്ന് അവൻ കരയും. പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോഴാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഇച്ചിരി മടിയൊക്കെയുണ്ട്, പണ്ടത്തെ പോലെ പഠിക്കുന്നില്ല, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയാണ്, അങ്ങനെ പഠിക്കുന്നൊന്നുമില്ല. അതുപോലെ തന്നെ കൂട്ടുകാർ ഇവനെ കളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പോവത്തില്ല, ഒരുമാതിരി ഒരു ഉൾവലിയുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ പ്രശ്നങ്ങൾ സിസ്റ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ കാര്യങ്ങളിലേക്ക് കടന്നു. അവൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് എടുത്തു വന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇത് മുടി പറിക്കുന്നൊരു രോഗമാണ്. അതായത് ആങ്സൈറ്റി മൂലം, ഉത്കണ്ഠ മൂലം, ആ ഒരു വിഷമം മൂലം അവനറിയാതെ ആണ് ആദ്യമേ തുടങ്ങുന്നത്, മുടി പറിക്കുന്നു. ഇതാണ് അവൻ്റെ പ്രശ്നം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ കേസ് എടുത്തു, വേണ്ട രീതിയിൽ അതിൻ്റെ ചികിത്സകളും തെറാപ്പികളും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 3 മാസത്തെ സെഷൻസോടുകൂടി അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഒരു മുടി പറിക്കുന്ന കാര്യം മാറി. കാരണം അതിന് നമ്മൾ ഓരോ ഘട്ടമായിട്ടായിരുന്നു അവനോരോ തെറാപ്പി സെഷൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ആ ഒരു രീതിയിൽ നിന്നെല്ലാം മാറി അവന് കുറച്ചുകൂടി ഒരു ലക്ഷ്യബോധത്തിലേക്ക് അവൻ വരികയാണ് ചെയ്തത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പല തരത്തിൽ വരുമെങ്കിലും ഒരു ട്രിക്കോട്ടിലോമാനിയയെക്കുറിച്ച് പറയാനാണ് ഞാനും ഇഷ്ടപ്പെടുന്നത്. കാരണം ഇതധികം പ്രിവലൻസ് ഉള്ളൊരു കേസല്ല.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്സൈറ്റി വരുമ്പോൾ അതൊരു മുടി പറിക്കുന്ന ഒരു രോഗത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയണത് വളരെ തുച്ഛമായിട്ടായിരിക്കാം കേട്ടിരിക്കുന്നത്. മുടി പറിക്കുന്നതല്ലാതെ വേറെ എന്തൊക്കെ നമുക്ക് സിംറ്റംസ് ഉണ്ട് അതിന്? സിംറ്റംസ് കൂടുതലും ആങ്സൈറ്റി റിലേറ്റഡ് ആണ്. ഇപ്പം ഇവനിൽ തന്നെ നമ്മൾ കണ്ടതുപോലെ ഉൾവലിയുന്നൊരു പ്രകൃതം, പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. പിന്നെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കേസിനെ നമ്മൾ എടുത്തപ്പോഴേക്കും നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ അച്ഛനും അമ്മയും തമ്മിൽ വലിയ വഴക്ക്, ബഹളം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാണ് ഇവർ സെപ്പറേറ്റ് ആയിട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനൊരു പേടി, അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും നോക്കും. അപ്പോൾ അത് കുഞ്ഞിൻ്റെ ഉത്കണ്ഠയാണ്. രണ്ടാമത് അവന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കണം. പക്ഷേ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മയുടെ കുറ്റവും അമ്മയുടെ വീട്ടുകാരുടെ കുറ്റവും കേൾക്കുന്നു. അമ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ, അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ അച്ഛൻ്റെ വീട്ടുകാരെ അച്ഛൻ്റെ കുറ്റവും കേൾക്കുന്നു. പിന്നെ അവനൊരു പേടി, അച്ഛൻ ഇടയ്ക്കൊക്കെ വഴക്ക് പിടിക്കുമ്പോൾ പറയും ഞാൻ നിന്നെ കൊന്നു കളയൂടി എന്ന് പറയും. അപ്പോൾ അച്ഛൻ എങ്ങാനും എൻ്റെ അമ്മയെ കൊന്നു കളയുമോ? അപ്പോൾ അമ്മ തിരിച്ചു പറയാറുണ്ട്, എന്നെയും കുഞ്ഞിനെയും നിങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം, നിങ്ങളെ പോലീസിൽ പിടിപ്പിക്കാൻ അറിയാം, ജയിലിൽ കൊണ്ടേയാക്കും. അപ്പോൾ അവന് എൻ്റെ അമ്മയെ അച്ഛൻ കൊന്നു കളയുമെന്നൊരു പേടി, അച്ഛനെ അമ്മ ജയിലിലാക്കുമെന്നൊരു പേടി. അപ്പോൾ ശരിക്കും കുഞ്ഞ് ഒറ്റ മോന. അപ്പോൾ ഈ ഒരു അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യത്തിലാണ് ഫിയർ വന്നിരിക്കുന്നത്. കാരണം അവന് അച്ഛനും അമ്മയും കൂടി ജീവിക്കണമെന്നുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് പോകുമ്പോൾ അവൻ്റെ കൂട്ടുകാർ ഇവനെ കളിയാക്കുന്നുണ്ട്. നിൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് പിടിച്ചത് ഞാൻ കേട്ടു, നിൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്യാൻ പോവുകയല്ലേ. കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, കുട്ടികളാണെങ്കിൽ പോലും അവരുടെ പിയർ ഗ്രൂപ്പുകൾ, അവരുടെ കൂടെയുള്ളവർ, സഹപാഠികളൊക്കെ പറയുന്ന കാര്യം ഇവരുടെ മനസ്സിൽ തട്ടും. പിന്നെ ഈ മുത്തശ്ശനോടും മുത്തശ്ശിയോടും എന്താണ് പ്രശ്നം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, മുത്തശ്ശനും മുത്തശ്ശിയും കാരണമല്ലേ എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചത്. സോ അവരല്ലേ ഇതിന് കാരണക്കാർ. അപ്പം കുഞ്ഞുങ്ങളുടെ മനസ്സിലായാലും അവരിലുണ്ടാകുന്ന ദേഷ്യം, വൈരാഗ്യ ബുദ്ധി പുറത്തേക്ക് വരുമ്പോൾ അവർക്കിൻ്റെ റീസൺ അറിയില്ല. പക്ഷേ ആ ഒരു പെരുമാറ്റത്തിലേക്കാണ് അവർ പോയിരിക്കുന്നത്. ഇപ്പം ആങ്സൈറ്റിയുടെ തന്നെ കാര്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അവരുമായിട്ട് നല്ലൊരു ബന്ധത്തിലായിരുന്നെങ്കിൽ മാത്രമേ അവരുടെ മനസ്സിൽ എന്താണ് തോന്നിയത് എന്നവർ പറയുള്ളൂ. ഇപ്പോൾ സ്കൂളിലൊക്കെ ഇത്തരം കുട്ടികളെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ഏതെങ്കിലും ഒന്ന് ഓർത്തെടുക്കാവോ? സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കുടുംബങ്ങളിലത്തെ പ്രശ്നങ്ങളാണ് ആങ്സൈറ്റി ആയിട്ട് കൂടുതൽ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് അവർക്കൊരു സുരക്ഷിതമില്ലായ്മ തോന്നുമ്പോൾ അവരെന്നെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ചിലപ്പോൾ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക്, എൻ്റെ സ്കൂളിൽ കൂടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ എങ്കിലും ആ കുട്ടിക്ക് മാർക്ക് കിട്ടുമോ, എക്സാം എഴുതി തോറ്റു പോകുമോ, നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പേടിയാണ്, ഞാൻ എങ്ങനെയാവും, എഴുതാൻ പറ്റുമോ, അത് ആങ്സൈറ്റി കൂടി വരാണ്. അപ്പോൾ കണ്ണിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും, കണ്ണിങ്ങനെ നന്നായി ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പെരുമാറ്റത്തിലേക്ക് പോവാണ് അവരുടെ ആ ഒരു അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഫാമിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് അവർക്ക് വരുന്നത്. ചോദിച്ചു വരുമ്പോൾ അവർ ചിലപ്പോൾ മിണ്ടാതെ നിന്ന് കരയുന്ന കാണാം. അവർക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവർക്ക് അറിയുന്നില്ല ഞങ്ങൾ എന്ത് ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ നോക്കുന്നുണ്ട് ടീച്ചറെ, പക്ഷെ പറ്റുന്നില്ല, എങ്ങനെയാണാവും അങ്ങനെ ഒരു ആങ്സൈറ്റി, ടെൻഷൻ വരുന്ന, ടെൻഷനാണെന്നാ പറയുന്ന കുട്ടികൾ. ആങ്സൈറ്റി എന്നല്ല അവർ പറയുക, ടെൻഷൻ വരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വിറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് മറ്റുള്ളവർ കാണുമെന്നുള്ളൊരു പ്രശ്നം. അപ്പം മിക്ക കുട്ടികളിലും ഇത് ആദ്യം തന്നെ പാരൻസിന് ഇതൊരു അവെയർ ആക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പാരൻസാണ് ഇതിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആവേണ്ടത്. അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്രത്തോളം കുട്ടികളിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക്, അല്ലേ സിസ്റ്റർ? ഇപ്പോൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എൻവോൾവ്മെന്റ് വരുമ്പോൾ, അതായത് സ്ട്രിക്റ്റ് പാരന്റിങ്, കാരണം അവർ ചെയ്യുന്ന കാര്യത്തിന് അനുസരിച്ചല്ല, അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ശിക്ഷണം കിട്ടുമോ എന്നൊരു പേടി, അല്ലെങ്കിൽ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ചില അവസ്ഥകൾ, ഇതെല്ലാം കുട്ടികളിൽ ടീച്ചർ പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റി കൊണ്ടുവരും. ഇൻസെക്യൂരിറ്റിയോടൊപ്പം തന്നെ ഉണ്ടാകുന്നൊരു കാര്യമാണ് അവർക്കൊരു അഷ്വറൻസ് ഇല്ലായ്മ. അതായത് പലപ്പോഴും ഈ നമുക്ക് കിട്ടിയ കേസ് നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് മനസ്സിലായത്, അച്ഛനും അമ്മയും കൂടി വഴക്ക് പിടിക്കുമ്പോഴൊക്കെ പറയുന്നത്, ഈ കുട്ടി ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇത്രയും നാൾ ജീവിച്ചത്. അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു എന്തോ പ്രശ്നത്തിന് കാരണമായി കഴിഞ്ഞു. പലപ്പോഴും പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് അതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് പിടിക്കുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുതിർന്നവരാണ്. അവർക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വഴക്ക് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തിനാണ് വഴക്ക് പിടിക്കുന്നത്, അതിലൊരു കാര്യം പറഞ്ഞു, അതിൽ നിന്ന് സോൾവ് ചെയ്ത് പ്രശ്നത്തെ പരിഹരിച്ചെടുക്കാൻ പറ്റും എന്നവർക്കറിയാം. കാരണം അവരുടെ ആ ഒരു സമയത്തെ നമ്മൾ പറയുക ഒരു ടൈമിലി ആയിട്ടുള്ള ദേഷ്യമാണ്, ആങ്കറാണ് അവർക്ക് ഔട്ട്ബേസ്റ്റ് ആയത്. പക്ഷെ ഈ കേട്ടു നിൽക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം
ഇവർ തമ്മിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പം അതൊക്കെ മാറും. അതായത് ഒരു പ്രോബ്ലം ഉണ്ടായാൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റുമെന്നൊരു കാര്യം കുഞ്ഞ് പഠിച്ചിട്ടില്ല. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ടെൻഷൻ കൂടുവാണ്. ഈ ടെൻഷൻ കുഞ്ഞിൻ്റെ അക്കാഡമിക്കൽ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ബാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ടാലൻറ്റുകളെ ബാധിക്കുന്നുണ്ട്. നല്ല ടാലൻസ് ഉള്ള കുട്ടികളായിരിക്കാം, പക്ഷേ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളിൽ, ഇതുപോലെ തന്നെ സ്കൂളുകളിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇവരുടെ ഉത്കണ്ഠ കൂടുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിൽ സംസാരിച്ചു ലേണിംഗ് ഡിസബിലിറ്റി, അല്ലെങ്കിൽ പഠന വൈകല്യമുണ്ട്, പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളിലും ഇതുപോലെ സ്ട്രെസ്സ് വരുന്നുണ്ട്. കാരണം അവരിലേക്ക് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന കാര്യം അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതിനേക്കാൾ അമിതമാണ്. അപ്പം അമിതമായൊരു കാര്യം വരുമ്പോൾ സമ്മർദ്ദത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞൊരു കേസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കേസ് എങ്ങനെയാണ് സിസ്റ്റർ കൈകാര്യം ചെയ്തത്? ശരിക്കും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഒരുമിച്ചില്ല. നമ്മൾ ഇവൻ അമ്മയാണ് കൊണ്ടുവന്നത്, ആ കുട്ടി ആ സമയത്ത് അമ്മയുടെ കൂടെ ആയിരുന്നു. അച്ഛനോടും അമ്മയോടും ഒരുമിച്ച് വരണം, നമുക്ക് ഫാമിലി സെഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, ഞാൻ ഒരുമിച്ച് വരില്ല, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വേണമെങ്കിൽ വരാം, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ആ ഫാമിലി യോജിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞിനെയും സംബന്ധിച്ചിടത്തോളം ഒരു ട്രിഗർ ഫാക്ടറാണത്. പിന്നീട് നമ്മൾ കുട്ടിയെ ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു എക്സ്പ്രസീവ് ആർട്ട് തെറാപ്പി ഫോമാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ്റെ ആ ആങ്സൈറ്റി ചിന്തയെ ഡൈവേർട്ട് ചെയ്യിപ്പിക്കുക, അതിനെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കുക. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിൽ ഇപ്പോൾ അച്ഛനും അമ്മയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെയും പ്രോബ്ലം ഉണ്ടാകും, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അവന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പല എക്സാമ്പിളുകളിലൂടെ, നമ്മൾ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ അവൻ്റെ അമിതമായ ദേഷ്യം, സാധനങ്ങൾ വലിച്ചെറിയുന്നത്, പഠിക്കാനുള്ള വിമുഖത, മുത്തശ്ശിയെ ഉപദ്രവിക്കുന്നത്, അപ്പോൾ ഇതെല്ലാം നമ്മൾ ബിഹേവിയർ പ്രോബ്ലംസ് ആയിട്ട് എടുത്തു. ആ ബിഹേവിയർ പ്രോബ്ലംസിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു ആക്ടിവിറ്റി സ്കെഡ്യൂളിംഗ് ഉണ്ടാക്കി, ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ. ആദ്യം തന്നെ ചെയ്തപ്പോൾ കുട്ടിയുടെ മുടി പറിക്കുന്ന കാര്യമായതുകൊണ്ടും ആ ഒരു മുടി മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി ആയതുകൊണ്ടും നമ്മൾ പറഞ്ഞു അത് നമുക്കൊന്ന് ഷേവ് ചെയ്യാം, കുറച്ച് നാളത്തേക്കൊന്ന് ഷേവ് ചെയ്യാം. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോഴും കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആ കുട്ടി ഷേവ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് അവന് അടുത്തൊരു സ്ട്രെസ്സിന് കാരണമാകും. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അതും സ്കൂളിൽ ക്ലാസ് ഇല്ലാതിരുന്ന കുറച്ച് വെക്കേഷൻ കിട്ടുന്ന ഒരു സമയം നോക്കി നമ്മളത് ചെയ്യിപ്പിച്ചു. അറ്റ് ദ സെയിം ടൈം അമ്മയുടെ കൂടെയും അച്ഛൻ്റെ കൂടെയും നിൽക്കാനുള്ള, കാരണം കോർട്ടിലെ കേസ് ഫയൽ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു റെക്കമെൻഡേഷൻ കൊടുത്തു, അച്ഛൻ്റെ കൂടെയും കുഞ്ഞിന് നിൽക്കേണ്ടതായിട്ടുണ്ട്, അമ്മയുടെ കൂടെയും നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി. പിന്നെ പിയർ ഇൻ്ററാക്ഷൻസ് കൂട്ടി, കാരണം നമുക്കവിടെ ഗ്രൂപ്പ് തെറാപ്പി മോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് തെറാപ്പിയിലേക്ക് അവൻ വന്നു. മറ്റുള്ള കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഇങ്ങനെയാണ്, എൻ്റെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ അവന് മനസ്സിലാക്കിയെടുക്കുന്ന എക്സ്പോഷറുകൾ അവിടെ കൊടുക്കാനായിട്ട് തുടങ്ങി. പിന്നെ സെയിം സമാന അനുഭവങ്ങളുള്ള കുട്ടികളെ, ഇപ്പോൾ ചില കുട്ടികളുടെയൊക്കെ വീടുകളിൽ പ്രശ്നങ്ങളുണ്ട്, അപ്പനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഇരുത്തി ഷെയർ ചെയ്യിപ്പിച്ചു. അപ്പോൾ പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും അത് മാറ്റിവെച്ചൊരു ജീവിതം നമുക്ക് ഉണ്ടാവില്ല എന്നും ഒക്കെ, അതായത് ഒരു പ്രോബ്ലം ഉണ്ടാകും, അതിനെ സോൾവ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ സോഷ്യൽ സ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഡെവലപ്പ് ചെയ്തു. നമ്മൾ പുറമേ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, അപ്പം അങ്ങനത്തെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കുട്ടിയെ കൈകാര്യം ചെയ്തപ്പോൾ കൊടുത്തത്. ഇപ്പോൾ സ്കൂളിലും മറ്റ് അംഗനവാടി അങ്ങനെയുള്ള മേഖലയിലൊക്കെ ഇത്തരം കുട്ടികൾ കാണൽ കുറവാണോ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് കൂടുതലാണോ? ഇന്നത്തെ കാലത്ത് കൂടി വരാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കുട്ടികൾ 1-2 മക്കളാണുള്ളത്. അപ്പോൾ അവർക്ക് പാരൻസ് കൺസിഡർ ചെയ്യണില്ല, പാരൻസ് ശ്രദ്ധിക്കാതെ വരുമ്പോൾ തന്നെ അവർക്ക് പിന്നെ മാത്രം ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്, മക്കൾ തമ്മിൽ തന്നെ ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ഇമോഷൻസ് പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തെറ്റാണോ ശരിയാണോ ഷെയറിങ് കുറഞ്ഞു പോയി. ഒന്ന് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു മെയിനായിട്ട് ആങ്സൈറ്റിയുടെയും ടെൻഷൻ്റെയും ഒക്കെ എന്തോ അവർക്കറിയില്ല. അവർ പറയുക മനസ്സിനുള്ള എന്തോ ഒരു ഭാരം, ആ ഭാരം എന്താണെന്ന് മനസ്സിലാവേണ്ട ടീച്ചർ, എന്തോ ഉള്ളിലുണ്ട്, അത് അവർക്കും അറിയുന്നില്ല പറയാൻ. ആ ഭാരം എങ്ങനെ ഇറക്കി വെക്കാന്നാണ് അവർ ചിന്തിക്കുന്നത്.
അത് മിക്കവാറും അത് കേൾക്കാൻ ആ ഒരു ആളില്ലാത്തത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ കൂടി കൂടി വരുന്നത്. പിന്നെ മൊബൈലിൻ്റെ യൂസ് ആയപ്പോൾ ഫാമിലിയിൽ തന്നെ പാരൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ല, മക്കളായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് കുറഞ്ഞപ്പോൾ ആ ഇമോഷൻസ് ഒക്കെ ഉള്ളിലിരുന്ന് ആ ടെൻഷൻ രൂപത്തിലാണ് പുറത്തു വരുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കൂടുതലാണെന്നാണ് അതായത് ആങ്സൈറ്റി, ടെൻഷൻ, ഈ ഒരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൂടുന്നുണ്ട്. പക്ഷേ കുട്ടികളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് എല്ലാവരിലും ഒരുപോലെയല്ല മാനിഫെസ്റ്റ് ചെയ്യുന്നത്. മാനിഫെസ്റ്റ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അതായത് അത് എക്സ്പ്രസ് ചെയ്യുന്ന വഴി വേറെ പല രീതികളിലായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ട്രിക്കോട്ടിലോമാനിയ, ഇതൊരു ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ ആണ്. അതായത് അവരുടെ മനസ്സിലേക്ക് ആ വിഷമങ്ങളെല്ലാം കൂടി വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കുട്ടി ആ ഒരു സമയത്ത് ചെയ്യുന്ന ഈ ഒരു ബിഹേവിയർ, അതായത് അവരുടെ ഹെയർ പുള്ളി ചെയ്ത് കളയുന്നതാണ്, ആ ഒരു സമയത്ത് അവർക്കൊരു ടെൻഷൻ റിലീഫായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അവരറിയുന്നില്ല ഞാനിതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ ഇങ്ങനെ പറഞ്ഞ പോലെ മുടി പൊഴിഞ്ഞു പോയിട്ട് ഈ വട്ടം വട്ടം കാണാൻ പറ്റും, മറ്റുള്ളവർ എന്നെ കളിയാക്കും. ആ സമയത്ത് അത് ചിന്തിക്കുന്നില്ല. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ആങ്സൈറ്റി ഉള്ള മക്കളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർ കളിയാക്കപ്പെടും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രിക്കോട്ടിലോമാനിയ ആണെങ്കിൽ ഇവരുടെ മുടി പോകുന്നതനുസരിച്ച് മറ്റുള്ള കുട്ടികൾ കളിയാക്കും, വീട്ടുകാർ വരെ പ്രഷർ ചെലുത്തും, നീ അല്ലേടാ അങ്ങനെ ചെയ്ത്, നീ എന്താടാ അങ്ങനെ ചെയ്ത്. അതായത് ക്രിറ്റിസിസം അവർക്ക് കൂടും. ആങ്സൈറ്റിയിൽ നമ്മൾ നോക്കേണ്ടത്, ആങ്സൈറ്റി ഉണ്ട് ഓൾറെഡി, പിന്നെ ക്രിറ്റിസിസം കൂടിയാകും. അപ്പോൾ ഈ ആങ്സൈറ്റിയും ക്രിറ്റിസിസവും കൂടി വരുമ്പോഴാണ് കുട്ടികൾക്ക് ഒരു രീതിയിലും പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നത്. അത് ചിലപ്പോൾ സ്വഭാവ വൈകല്യത്തിലേക്ക് അല്ലെങ്കിൽ പെരുമാറ്റ വൈകല്യത്തിലേക്കൊക്കെ അവർ വീണു പോകുന്നത്. കുട്ടികളിലെ ആൻസൈറ്റി നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ചികിത്സിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ആങ്സൈറ്റിയെ റെഡ്യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ എക്സ്പ്രസീവ് ആർട്ട് തെറാപ്പി, അതായത് കുട്ടികൾക്ക് കൂടുതലും ആർട്ടിലൂടെയാണ്, ആർട്ടിസ്റ്റിക് വേയിലാണ് അവരുടെ ആ ഇമോഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ അവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ദേഷ്യമുള്ള കുട്ടി നേരിട്ട് ചെന്ന് മുത്തശ്ശനെയും മുത്തശ്ശിയെയും തല്ലുന്നു, ഇടിക്കുന്നു, അതിനേക്കാൾ ഉപരിയായിട്ട് ചിലപ്പോൾ അതിനൊരു ആർട്ടിസ്റ്റിക് വേയിൽ പറയാൻ പറ്റും, ഒരു സ്റ്റോറി ആയിട്ട് അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഈ എക്സ്പ്രസീവ് ആർട്ട് തെറാപ്പിയിൽ തന്നെ നമ്മൾ പല മൊഡ്യൂൾസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ കുട്ടിക്കും ഉചിതമായ രീതിയിലുള്ള ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് സിമ്പിൾ ബ്രീത്തിങ് എക്സസൈസസുകളുണ്ട്, ഫിസിക്കൽ എക്സസൈസുകളുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ കൂടുതൽ സമയം ഔട്ട്ഡോർ ഗെയിം, ഇൻഡോർ ഗെയിം എന്നുള്ള രീതിയിലൊക്കെ, കാരണം അവരുടെ കളിസ്ഥലങ്ങളിലും അവരുടെ ഈ ആങ്സൈറ്റി കാര്യങ്ങൾ കുറേയൊക്കെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട രീതിയിൽ ആ ഒരു സമയത്ത് ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കണം. കുട്ടികളുടെ ഈ ഒരു വൈകല്യത്തിന് മാതാപിതാക്കൾ ഒരു തരത്തിലൊരു പങ്ക് വഹിക്കുന്നില്ലേ? മാതാപിതാക്കളുടെ പങ്കെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പം ഞാൻ പലപ്പോഴും മാതാപിതാക്കളോട് പറയാറുണ്ട്, നിങ്ങൾ മുതിർന്നവരാണ്, നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. പക്ഷേ കണ്ടു നിൽക്കുന്ന കേട്ടു നിൽക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അത് സോൾവ് ചെയ്യപ്പെടാൻ പറ്റും എന്നവർക്കറിയില്ല. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? വല്ലാത്തൊരു ആദിയാണ് വരുന്നത്. ഇപ്പം മിസ് പറഞ്ഞാൽ അവർക്ക് ഉള്ളിൽ എന്തോ തിങ്ങി നിൽക്കുന്നത് പോലെ, എന്നാന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ സാധാരണ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് പിടിക്കുമ്പോഴത്തേക്കും പറയുന്ന ഒരു കാര്യമാണ്, എടാ കൊച്ചേ, നീ ആരുടെ കൂടെ നിൽക്കും? നീ എൻ്റെ കൂടെ നിൽക്കോ അതോ നീ പപ്പായുടെ കൂടെ നിൽക്കോ മമ്മിയുടെ കൂടെ നിൽക്കോ? അവരതാ ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കാനുള്ള ഒരു സമയവും സാഹചര്യവും നഷ്ടപ്പെടുന്നത് പോലെ തോന്നും. കൊച്ചു ആരുടെ കൂടെ പറയും? കൊച്ചിന് ആരോടത് പറയാനായിട്ട് സാധിക്കും? അപ്പോൾ കൊച്ചിന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജാണ്. ശരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ആ കുഞ്ഞിൽ വളരെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഓർക്കും ചിലപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തല്ലുപിടിക്കുന്നു, നിന്നെ ഞാൻ കൊന്നുകളയും, അതുപോലെയുള്ള വാക്കുകളായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അതായത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയെ എൻ്റെ അച്ഛൻ കൊന്നുകളയുമെന്ന് പറയുന്നു. അപ്പം അത് ഈ ഒരു സമയത്താണ്, അതിൽ പ്രശ്നമില്ല, അവരത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിച്ചതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബോധം ചിലപ്പോൾ ആ കുഞ്ഞിനുണ്ടായെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളുടെ മുൻപിൽ വെച്ച് വഴക്കിടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ
ഒരു ജീവന് തന്നെ ത്രെട്ടണിങ് ആകുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക, ചെയ്യാതിരിക്കുക. ഇപ്പോൾ കുട്ടികളുടെയൊക്കെ മുൻപിൽ വെച്ച് മാതാപിതാക്കൾ തമ്മിൽ വഴക്ക് കൂടി തല്ലുപിടിക്കും, അടിയിടിയും ബഹളങ്ങളുണ്ടാവും. നമ്മൾ ഓർത്ത് നോക്കിക്കേ, ഒന്ന് തടയാനായിട്ട് ഈ കുഞ്ഞിന് പറ്റാത്തത് കൊണ്ടല്ലേ അവനത് നോക്കി നിൽക്കുന്നത്. അപ്പം ആ നോക്കി നിൽക്കുന്നു, അവനത് കാണുന്നു, അവൻ്റെ ഉള്ളിലേക്ക് സൈക്കോളജിക്കലി ഇമോഷണലി അവൻ എടുക്കുന്ന ആ മനോഭാവം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും കുട്ടികളുടെ സ്വഭാവ ദൂഷ്യത്തിനും പെരുമാറ്റ വൈകല്യത്തിനും അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലൊക്കെ നമ്മൾ ഓരോരുത്തരെ കുറ്റം പറയും. പക്ഷെ നമ്മൾ ഓർക്കുക, ഫാമിലിയിൽ ഒരു സ്നേഹവും പ്രൊട്ടക്ഷനും കരുതലും അഷ്വറൻസും റിവാർഡും, അതായത് ഒരു പ്രതിഫലവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകേണ്ട അവിടെയാണ് കലുഷിതമായിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിസ്റ്റൻഷ്യൽ ആങ്സൈറ്റിയാണ് ഉണ്ടാകുന്നത്. എനിക്ക് തന്നെ ജീവൻ ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്നെയും ഇതുപോലെ ചെയ്ത് കളയുമോ? അപ്പോൾ നമുക്കാർക്കും അത് കൊച്ചിൻ്റെ മുമ്പ് വെച്ച് ഞാൻ ചുമ്മാതെയാണ് പറഞ്ഞേ എന്ന് പറഞ്ഞൊഴിഞ്ഞ് കഴിയാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും കുട്ടികളുടെ പ്രശ്നവുമായിട്ട് മാതാപിതാക്കൾ വരുമ്പോഴത്തേക്കും ഞാൻ പറയും, കുട്ടികളുടെ മുൻപിൽ വെച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പെരുമാറുന്ന കാര്യങ്ങളിൽ വളരെ കോൺഷ്യസ് ആയിരിക്കണം എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാതാപിതാക്കൾക്കും ഒരു പങ്കുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മാതാപിതാക്കൾ മാത്രമല്ല, ഫാമിലി, എൻ്റയർ ഫാമിലി, സമൂഹത്തിന് ഒക്കെ അതൊരു വലിയൊരു പങ്കുണ്ട്. ജനറൽ ആയിട്ട് ഇത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും, ഈ ആങ്സൈറ്റി അല്ലേ? ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് കാര്യങ്ങൾ ലേൺഡാണ്, അതായത് പഠിക്കുന്നതാണ്. പിന്നെ കുറച്ചൊക്കെ ഫിസിയോളജിക്കൽ കാര്യങ്ങളും ഉണ്ട്, ജനറ്റിക്കായിട്ട്. ഇപ്പം ജനറ്റിക്കായിട്ട് ആങ്സൈറ്റി പ്രോണായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്നാണ് ജനിക്കുന്നതെങ്കിൽ നമ്മൾ പറയും ഫ്രീ ഫ്ലോട്ടിങ് ആങ്സൈറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ട്രേറ്റ് ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതല്ലാതെ ആ കുട്ടി ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യത്തിൽ കണ്ടെത്തുന്ന ചില കാര്യങ്ങളിലൂടെയാണ് ആങ്സൈറ്റി ഉണ്ടാകുന്നതെങ്കിൽ നമുക്കറിയാം ആ സാഹചര്യങ്ങളെ നമ്മൾ റീലേൺ ചെയ്യണം. അതായത് പേടിച്ച് അല്ലെങ്കിൽ ഒരു വിഷമിച്ച് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ അത് സ്വാഭാവികമാണ്, ഇങ്ങനെ ഒരു രീതിയിലാണ് അതിനെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു എക്സ്പോഷർ നമ്മൾ കൊടുക്കുക, റീ അഷ്വറൻസ് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് നമ്മൾ കൂട്ടുക, ഡൈവേർട്ടഡ് തിങ്കിങ്. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ ആ കേസിലാണെങ്കിലും കുട്ടി പലപ്പോഴും മൂലയ്ക്ക് പോയിരുന്ന് ചിന്തിക്കുന്നുണ്ട് എന്ന് അമ്മ പറഞ്ഞിരുന്നു. എവിടെയെങ്കിലും ഏതെങ്കിലും കോർണറിലേക്ക് അവൻ പോകും, കുറേ നേരം ചിന്തിച്ചിരിക്കും. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ മുടിയും പറിച്ചിട്ട് കക്ഷി വരുന്നത്. അപ്പം നമുക്ക് അവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന എൻഗേജ്ഡ് ആക്കുക, കുറച്ചുകൂടി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആക്കാനായിട്ട് നോക്കുക. ഇത്തരം കുട്ടികളെ നമ്മൾ സൈക്കാട്രിസ്റ്റിനെയാണോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനാണോ, അത് പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ്. അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെ കണ്ടാൽ മതിയോ, അങ്ങനെയൊക്കെ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ആരെയാണ് ചൂസ് ചെയ്യുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള വൈകാരിക തലത്തിൽ പെരുമാറ്റ തലത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക. ഓക്കെ, കാരണം അതിൻ്റെ നമ്മൾ പറഞ്ഞത് ഒരു പേഴ്സൺ സെൻറ്റേർഡ് ആയിട്ട് മാത്രമല്ല ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിനകത്ത് വരുന്നത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും, കുട്ടിയുടെ ബുദ്ധിശക്തിയിലെ ചില കാര്യങ്ങൾ പ്രശ്നങ്ങൾ കാണും, അല്ലെങ്കിൽ സാമൂഹ്യ കാര്യങ്ങളിൽ നിന്ന് കുഞ്ഞ് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ കാണും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ നമുക്ക് സമീപിച്ചു കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ളൊരു അസസ്മെൻറ്റ് ചെയ്ത് ഡയഗ്നോസിസിലേക്ക് എത്തി ഇനി ഏത് രീതിയിലുള്ളൊരു അപ്രോച്ചാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയും. ഇപ്പം ഒരു സ്കൂൾ കൗൺസിലറിനൊക്കെ അതിന് നല്ലൊരു പങ്കുണ്ട്. കാരണം കുട്ടി സ്കൂളിലേക്കാണ് പോകുന്നത്, സ്കൂളിലെ ബിഹേവിയർ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് സ്കൂൾ കൗൺസിലേഴ്സാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് വന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ അവർക്ക് ഓൺ ഗോയിങ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കറക്റ്റ് ചെയ്ത് കൊടുക്കാനും അവനെ കുറച്ചുകൂടി മാനസികമായിട്ട് ബലപ്പെടുത്താനും കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കി കൊടുക്കാനും കുറച്ചുകൂടി അവൻ്റെ തന്നെ വർത്ത്, അവൻ്റെ തന്നെ കഴിവുകളെ മനസ്സിലാക്കാനും നമുക്ക് ഇതുപോലെ എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വേണ്ട രീതിയിലുള്ള ഒരു സൈക്കോ എഡ്യൂക്കേഷനും ബിഹേവിയർ മോഡിഫിക്കേഷനും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയുള്ള പ്രൊഫഷണൽസിനായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു വീടിൻ്റെ മാത്രം സ്വത്തല്ല, ഒരു സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പങ്കുണ്ട്. ഒരു കുട്ടിയെ ഒരു ആങ്സൈറ്റി ഉണ്ടാക്കുന്ന അല്ലെ ഒരു ഭയപ്പാടിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും
ഭയരഹിതമായിട്ടുള്ള, അവന് കുറച്ചുകൂടി കോൺഫിഡൻസ് തരുന്ന, അവന് കുറച്ചുകൂടി ബോൾഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, അവനെ അംഗീകരിക്കുന്ന ഒരു കുടുംബത്തിലും ഒരു സമൂഹത്തിലും ജീവിക്കാനുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മളുടെ ഈ മാനസികാരോഗ്യ പരിപാടിയുടെ ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യം തന്നെ അങ്ങനെയാണ്. കുഞ്ഞുങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, അതനുസരിച്ച് അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക, അതുപോലെ ആ ഒരു രീതിയിൽ ഉത്തമമായ ഒരു കുടുംബവും സംവിധാനങ്ങളും സമൂഹവും കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമായിരുന്ന സിസ്റ്റർ ഡോണയ്ക്കും ബിനിത മാമിനും ഒത്തിരി നന്ദി. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.